പൗരന്മാർ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുകയാണ്. ഇങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ ഉത്തരവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആരാണ് പൗരന്മാർ എന്ന് എങ്ങനെ തീരുമാനിക്കും? ഇന്ത്യയിലെ ജനത എന്നത് പലായനം ചെയ്തെത്തിയവരും അവരുടെ പിന്മുറക്കാരും കൂടി ഉൾപ്പെടുന്നതാണ്. വിഭജന സമയത്ത് മാത്രമല്ല, ബംഗ്ലാദേശ് യുദ്ധകാലത്തും ലക്ഷങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ രാജ്യവും രൂപപ്പെടുന്നതും ഇങ്ങനെ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോ അതിർത്തി വഴി എത്തിയവരെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ. കൈവിലങ്ങണിയിച്ചാണ് തിരിച്ചയച്ചത്. ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരുടെ അപമാനകരമായ ആ സ്ഥിതി ഒഴിവാക്കാൻ രാജ്യം വിചാരിച്ചിട്ട് കഴിഞ്ഞില്ല. അതുപോലൊരു സ്ഥിതിയിലേക്കാണ് ബീഹാറിലെയും ബംഗാളിലെയും നല്ലൊരു വിഭാഗം വോട്ടർമാർ എത്തുന്നത്. പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെ വിലങ്ങ് വയ്ക്കുമോ? അതിനുശേഷം ഇവരെ ഏതു രാജ്യത്തേക്കാണ് നാടു കടത്തുക? ഇവർ ഏതു രാജ്യത്തുൾപ്പെടുന്നവരാണെന്ന് തീരുമാനിക്കാൻ എന്തു രേഖയാണ് സർക്കാരിന്റെ കൈവശമുള്ളത്? ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയവരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്നവരുടെ കയ്യിൽ രേഖകളൊന്നും ശേഷിക്കുന്നില്ല. അതാണ് അവരുടെ പ്രതിസന്ധിയും.